അത്യന്തം ആവേശം നിറയ്ക്കുന്ന മത്സരമാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസ് ഓസ്ട്രിയ പോരാട്ടത്തിൽ കാണാൻ സാധിച്ചത്. സെൽഫ് ഗോൾ ലഭിച്ചില്ലായിരുന്നു എങ്കിൽ കരുത്തരായ ഫ്രാൻസ് ചിലപ്പോൾ തലകുനിക്കേണ്ടി വരുമായിരുന്നു. കഴിഞ്ഞ ഫിഫ ലോകകപ്പിലെ റണ്ണറപ്പായ ഫ്രാൻസിനു വേണ്ടി കിലിയൻ എംബാപ്പെ, അന്റോയിൻ ഗ്രീസ്മാൻ, ഓസ്മാൻ ഡെംബാലെ തുടങ്ങിയ പ്രമുഖരെല്ലാം കളിക്കളത്തിലുണ്ടായിരുന്നു. ഓസ്ട്രിയയുടെ സെൽഫ് ഗോൾ ലഭിച്ചതോടെയാണ് ടീം ഇവിടെ രക്ഷപ്പെട്ടത്. ഫ്രഞ്ച് പടയെ തീർത്തും വെള്ളം കുടിപ്പിച്ച ഓസ്ട്രിയയ്ക്ക് പിഴവ് സംഭവിച്ചത് 38-ാം മിനിറ്റിലായിരുന്നു. എംബാപ്പയുടെ ഷോട്ട് ചെറുക്കാനുള്ള ശ്രമത്തിനിടെ പന്ത് വലയിൽ കയറുകയായിരുന്നു. ബോക്സിന്റെ വലതുഭാഗത്തു നിന്ന് ഡ്രിബിൾ ചെയ്ത് മുന്നേറിയ എംബാപ്പെ തൊട്ടടുത്ത ഷോട്ട് മാക്സിമിലിയൻ വോബർ ഹെഡറിലൂടെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പിഴച്ചത്. അതോടെ ഫ്രാൻസ് ഒരു ഗോളിന് ലീഡ് ചെയ്തു. ഗോൾ വഴങ്ങുന്നതിന് 2 മിനിറ്റ് മുൻപ് ഓസ്ട്രിയ ഗോൾ നേടേണ്ടതായിരുന്നു. ഫ്രഞ്ച് ഗോളി മൈക്ക് മൈഗ്നൻ അതിഗംഭീരമായി ആ ഗോൾ തടഞ്ഞു. ഗ്രെഗോറിറ്റ്സിച്ച് ഇടതുഭാഗത്തു നിന്ന് നൽകിയ ക്രോസ് സാം ബിറ്റ്സർ ഫ്ലിക്ക് ചെയ്ത് ബൗംഗാർട്ട്നറിന് നൽകി. എന്നാൽ ഗോളെന്നുറച്ച ഷോട്ട് മൈക്ക് മൈഗ്നൻ തടയുകയായിരുന്നു. ഓസ്ട്രിയ കളിയിലുടനീളം മികച്ച മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചു. ഫ്രഞ്ച് മധ്യനിരയെ സമർത്ഥമായി തടഞ്ഞു നിർത്തുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇതോടെ എംബാപ്പയിലേക്ക് പന്തുകൾ എത്തുന്നത് നന്നേ കുറഞ്ഞു. ഗ്രീസ്മാനെ പൂട്ടാനും അവർക്ക് സാധിച്ചു. എന്നാൽ പന്ത് ലഭിച്ചപ്പോഴൊക്കെ വലതുവിങ്ങിലൂടെ ഡെംബലെ അതിവേഗത്തിൽ കുതിച്ചെത്തിയത് ഓസ്ട്രിയയെ പലപ്പോഴും വിറപ്പിച്ചു. തുറന്ന ഗോളവസരം 55-ാം മിനിറ്റിൽ ഗോളി മാത്രം മുന്നിൽ നിൽക്കെ എംബാപ്പെ പാഴാക്കുകയും ചെയ്തിരുന്നു. അവസാന മിനിറ്റുകളിൽ സമനില ഗോളിനായി ഓസ്ട്രിയ നടത്തിയ ശ്രമങ്ങൾ ഫ്രഞ്ച് പ്രതിരോധത്തെ ആടിയുലപ്പിച്ചു. ഒരു വിധത്തിൽ ഫ്രാൻസ് ഗോളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിനിടെ എംബാപ്പയ്ക്ക് മൂക്കിന് പരിക്കേൽക്കുകയും ചെയ്തു. ഓസ്ട്രേലിയൻ പ്രതിരോധ താരം കെവിൻ ഡാൻസോയുമായി ഉണ്ടായ കൂട്ടിയിടിക്കിടെയാണ് താരത്തിന്റെ മൂക്കിന് പരിക്കേറ്റത്. മത്സരത്തിന്റെ 90-ാം മിനിറ്റിൽ കളം വിട്ട എംബാപ്പയുടെ മൂക്കിൽ നിന്ന് രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. സാരമായി പരിക്കേറ്റ എംബാപ്പെ ഇനിയുള്ള മത്സരത്തിൽ മാസ്ക് മുഖത്ത് ധരിച്ചു കളിക്കും. ഫ്രാൻസ് ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. താരം ഉടൻ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുമെന്നും പരിക്ക് പൂർണ്ണമായും ഭേദമാകും വരെ മാസ്ക് ധരിച്ചാവും കളിക്കുക എന്നും ഫെഡറേഷൻ വ്യക്തമാക്കി. കൂട്ടിയിടിക്ക് ശേഷവും താരം കളി തുടരാനാണ് ശ്രമിച്ചത്. എന്നാൽ ഓസ്ട്രിയ ഗോൾ കീപ്പർ പാട്രിക് പെൻസ് എംബാപ്പയ്ക്ക് പരിക്കേറ്റ കാര്യം റഫറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നാലെ ഫ്രാൻസ് ടീമിന്റെ മെഡിക്കൽ സംഘം ഗ്രൗണ്ടിലേക്ക് എത്തി. കളം വിട്ട ശേഷം വീണ്ടും ഗ്രൗണ്ടിലിറങ്ങാൻ ശ്രമിച്ച താരത്തിന് റഫറി മഞ്ഞ കാർഡ് കാണിക്കുകയും ചെയ്തു. അതേസമയം മറ്റ് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഇയിൽ ബെൽജിയത്തെ 1 ഗോളിന് കീഴടക്കി സ്ലോവാക്യ ആദ്യ മത്സരത്തിൽ തന്നെ വരവറിയിച്ചു. ലോക 3-ാം നമ്പറുകാരായ ബെൽജിയത്തെ റാങ്കിങ്ങിൽ 48-ാം സ്ഥാനത്തുള്ള സ്ലോവാക്യ ഞെട്ടിക്കുകയായിരുന്നു. 7-ാം മിനിറ്റിൽ ഇവാൻ ഷ്രാൻസ് ആണ് വിജയ ഗോൾ കുറിച്ചത്. ലഭ്യമായ ഗോൾ അവസരങ്ങളെല്ലാം തുലച്ച് ബെൽജിയം തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. സ്ലോവാക്യൻ പ്രതിരോധ നിരയുടെ മിന്നുന്ന പ്രകടനമാണ് വിലപ്പെട്ട 3 പോയിന്റ് നേടാൻ അവരെ പ്രാപ്തമാക്കിയത്. റൊമേലു ലൂക്കാക്കുവിന്റെ പിഴവുകളും ബെൽജിയത്തിന്റെ ജയത്തിന് തടസ്സമായി. കളിയുടെ 3-ാം മിനിറ്റിലും 6-ാം മിനിറ്റിലും ലൂക്കാക്കു അവസരം നഷ്ടപ്പെടുത്തിയപ്പോൾ ഗോൾ അടിക്കേണ്ടത് എങ്ങനെയെന്ന് സ്ലോവാക്യ 7-ാം മിനിറ്റിൽ ഇവാൻ ഷ്രാൻസിലൂടെ കാണിച്ചു കൊടുത്തു. വാർ പരിശോധനയിൽ 2 ഗോളുകൾ നിഷേധിക്കപ്പെട്ടത് ബെൽജിയത്തിന് കനത്ത ആഘാതമായി. 7-ാം മിനിറ്റിൽ വഴങ്ങിയ ഗോളിന് പകരം വീട്ടാൻ കളിയിലുടനീളം ബെൽജിയം ശ്രമിച്ചുകൊണ്ടിരുന്നു. നിർഭാഗ്യങ്ങളും സ്ലോവാക്യൻ പ്രതിരോധവുമാണ് ബെൽജിയത്തിന്റെ ജയം തട്ടിത്തെറിപ്പിച്ചത്.